നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ജലത്തിൻ്റെ ഒരു സ്പിരിച്വൽ കണക്ഷനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ സ്പിരിച്വലി ജലത്തിനുള്ള പ്രത്യേകതകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അതായത് കുട്ടിക്കാലം തൊട്ടിട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ് ജലത്തിൻ്റെ പ്രത്യേകതകൾ. അതിന് സ്മെല്ലില്ല, ഷേപ്പില്ല, കളറില്ല, ജീവൻ്റെ കണികകൾ ജലത്തിലാണുള്ളത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പഠിക്കേണ്ടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുമില്ല. ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പഞ്ചഭൂതങ്ങളാലാണ്. ഈ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് ജലം എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങളിൽ എല്ലാത്തിനും ഭൂമിയാവട്ടെ, ജലമാവട്ടെ, അഗ്നിയാവട്ടെ, വായു ആവട്ടെ, ആകാശമാവട്ടെ, എല്ലാത്തിനും അതിൻ്റേതായ പ്രത്യേകതകളും പ്രാധാന്യവുമുണ്ട്. പക്ഷേ ഇതിൽ ജലത്തിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ജലത്തിൻ്റെ ഒരു അതിവിശിഷ്ടമായൊരു കഴിവെന്ന് വേണമെങ്കിൽ പറയാം. പല വീഡിയോസായിട്ട്, അതായത് പഞ്ചഭൂതങ്ങളെ പറ്റിയിട്ട് ഓൾറെഡി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനെ കുറച്ചുകൂടി ആഴത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം നമ്മുടെ സയൻസും സ്പിരിച്വാലിറ്റിയും ഒന്നാണ്, അല്ലെങ്കിൽ ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. ജലത്തെപ്പറ്റി നമ്മൾ പല പ്രത്യേകതകളും പഠിച്ചപ്പോൾ നമ്മൾ അറിയാതെ പോയൊരു കാര്യമാണ് ജലത്തിന് മെമ്മറി എന്നൊരു കഴിവുണ്ട്. അതായത് എന്താണോ കേൾക്കുന്നത് അതിനെ സ്വീകരിക്കാൻ, എന്താണ് ജലം വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു അതിലെ എനർജിയെ അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവ് ജലത്തിനുണ്ട്. ഓക്കെ, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ വേർഡ് എനർജി, ഇതിനെയെല്ലാം സ്വീകരിക്കാൻ, അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവ് വാട്ടറിനുണ്ട്. ഇതും കൂടെ നമ്മൾ പഠിക്കണമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ നിന്നാണ് നമ്മുടെ ഫാമിലിയിലെ പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്നത്, അല്ലേ? നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മൾ കഴിക്കാതിരിക്കില്ലല്ലോ ഒരു ദിവസം. ആ വെള്ളം, നിങ്ങൾ കുടിക്കുന്ന വെള്ളം, നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും വാട്ടർ പ്യൂരിഫയറും എത്രത്തോളം ടെക്നോളജി നമ്മളതിൽ ഉൾപ്പെടുത്തുന്നു അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും സ്പിരിച്വലി കണക്ഷനുണ്ട്, എല്ലാത്തിനും എനർജറ്റിക്കലി കണക്ഷനുണ്ട് എന്നുള്ളൊരു ബോധമാണ് നമുക്ക് ഇല്ലാത്തതും എന്നാൽ നമുക്ക് വേണ്ടതും. നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന വെള്ളത്തിന് എത്രത്തോളം പരിശുദ്ധിയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്തിനാണ് തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഏത് പ്യൂരിഫയർ ഇട്ട് പ്യൂരിഫൈ ചെയ്താലും അതിൽ ക്ലിയർ ആവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇമോഷൻസ്, വേർഡ് എനർജി, തോട്ട്സ് തുടങ്ങിയവ. ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. നമ്മൾ ഏത് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും വെള്ളം ചേർക്കാതെ നമ്മൾ കുക്ക് ചെയ്യുന്നത് വളരെ ദുർലഭമായിരിക്കും, വളരെ ദുർലഭമാണ്. അല്ലാണ്ട് ബാക്കി എല്ലാ ഫുഡ് ഐറ്റംസും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ആഡ് ചെയ്യുന്ന വെള്ളം, അല്ലെങ്കിൽ നമ്മൾ വാട്ടറൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് തന്നെ ആണെങ്കിലും, അത് എന്താണെങ്കിലും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ എന്ത് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, അത് സ്വീറ്റ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഡെസേർട്ട് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എന്ത് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും, കുക്ക് ചെയ്യുകയാണെങ്കിലും അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ കുക്ക് ചെയ്യുന്ന വ്യക്തി, അത് അമ്മയാവാം, അച്ഛനാവാം, ഇനി നിങ്ങൾ തന്നെ ആവാം, ആരോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ അവിടെ കൊടുക്കുന്ന ഇമോഷൻസ് ശ്രദ്ധിക്കുക. നമ്മൾ വളരെ സങ്കടത്തോടെ, ഇതൊരു ഭാരമാണ്, ഒരു കർമ്മം കഴിക്കാൻ വേണ്ടിയിട്ട് പലരും ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ
സ്ത്രീകളെ സംബന്ധിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും അതിൻ്റെ ഒരു അഭിപ്രായം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാനടക്കമുള്ള എല്ലാ സ്ത്രീകളും. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ കൂടെയുള്ള പുരുഷന്മാർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ല. അല്ലെങ്കിൽ അറിഞ്ഞാലും അവരങ്ങനെയാണ്. അവർക്കത് തുറന്ന് പറയാൻ ഭയങ്കര മടിയാണ്. മെജോറിറ്റി ആൾക്കാർ അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ മനസ്സിൽ പല ഇമോഷൻസ് വരും. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം, ആളൊന്നും പറയത്തില്ല, എങ്ങനെയെങ്കിലും മതി എന്നൊരു തോട്ട്സ് നമുക്ക് വരാം. അതുപോലെ ഇതുണ്ടാക്കിയിട്ട് വേണമല്ലോ എനിക്ക് അടുത്ത പണി ചെയ്യാൻ, ഇതൊക്കെ എന്തൊരു ഭാരമാണ് എന്ന് വിചാരിച്ച് കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മളവിടെ കൊടുക്കുന്ന ഇമോഷൻ ഒരിക്കലും പോസിറ്റീവല്ല, അതൊരു ഭാരമാണ് അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലാണ് നമ്മളവിടെ കുക്ക് ചെയ്യുന്നത്. ഇഷ്ടത്തോടെ അല്ലാണ്ട് കുക്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ അന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ട് അന്നത്തെ ദിവസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സങ്കടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതിനെപ്പറ്റി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അതിങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവിടെ കൊടുക്കുന്ന ഇമോഷൻസ് എന്തൊക്കെയാണ്? സങ്കടവും ടെൻഷനും. ഇനി ദേഷ്യത്തോടെയാണ് ചെയ്യുന്നതെങ്കിലോ അവിടെയും കൊടുക്കുന്നത് ഒരു നെഗറ്റീവ് ഇമോഷനാണ്. ഈ ഇമോഷൻസ് എല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അങ്ങ് അബ്സോർബ് ചെയ്യും. ഓക്കെ, അതായത് അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്, അതിൽ വാട്ടർ എലമെൻ്റ് അതിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുക്ക് ചെയ്തിട്ട് അത് കഴിക്കുമ്പോൾ ഈ കഴിക്കുന്ന വ്യക്തിക്ക്, നിങ്ങൾ ഉൾപ്പെടെ കഴിക്കുന്ന വ്യക്തികൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അതുമാത്രമല്ല, നിങ്ങളവിടെ കൊടുക്കുന്ന ഇമോഷൻ ഏതാണോ, ദേഷ്യത്തോടെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അകാരണമായി ഇത് കഴിക്കുന്ന ആളുകൾക്ക് ദേഷ്യം വരാം. സങ്കടത്തോടെയാണെങ്കിൽ സങ്കടം തോന്നാം, ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ തോന്നാം. ഇതൊരു എക്സാമ്പിൾ. രണ്ടാമത്തെ കാര്യം, ഇതിപ്പം ഭക്ഷണം വയ്ക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ അധികം ആളുകളുടെയും വീട്ടിലുള്ളതാണ്, നമ്മൾ ഡൈനിങ് ടേബിളിൽ ഒരു ബോട്ടിൽ നമ്മൾ വെള്ളം എടുത്ത് വയ്ക്കും. അതായത് നമുക്ക് പെട്ടെന്ന് ദാഹിക്കുമ്പോൾ പോയി കുടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, നമ്മളൊരാളെ ഫോണിൽ വിളിച്ചിട്ട് കുറേ പരദൂഷണവും കുറ്റം പറച്ചിലൊക്കെയാണ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം ആ വെള്ളം എന്ത് ചെയ്യും? സ്വീകരിക്കും. നമ്മുടെ വേർഡ് എനർജി സ്വീകരിക്കും. നല്ല കാര്യങ്ങളാണ് പറയുന്നതെങ്കിലോ അതും സ്വീകരിക്കും. അതായത് നമ്മുടെ വേർഡ് എനർജി എന്താണോ ആ വേർഡ് എനർജി സ്വീകരിക്കാൻ ആർക്ക് സാധിക്കും? വെള്ളത്തിന് സാധിക്കും. നമ്മൾ കുട്ടിക്കാലത്ത് കഥകൾ കേട്ടിട്ടുണ്ടാവില്ലേ? നമ്മളെല്ലാവരും, ഇന്നത്തെ കാലത്ത് കുറവാണ്, പക്ഷേ പണ്ട് ഒരു 30 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. എന്നാലും കഥകളൊക്കെ ഇപ്പോഴും പറയുന്നുണ്ടെന്ന് തോന്നുന്നു, പണ്ടത്തെ അത്ര ഇല്ല എന്നാലും. അപ്പോൾ ഈ കഥകളിൽ, പുരാണ കഥകൾ കേൾക്കുമ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. പണ്ടത്തെ മാമുനിമാർ, മഹർഷിമാർ, സന്യാസിമാരൊക്കെ അവരുടെ കയ്യിലൊരു കമണ്ടലു എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ വെള്ളമാണ് ഉണ്ടാവുക. എന്തിനാണ് ഈ വെള്ളം ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്? ആ വെള്ളം എടുത്തിട്ട് നന്നായി വരട്ടെ എന്ന് പറഞ്ഞ് തളിച്ചാൽ നന്നായി വരും. കാരണം എന്താ? ആ വെള്ളത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും? ഇല്ല, ഒരു നോർമലായിട്ടുള്ള അതിലൊന്നുമില്ല. പക്ഷെ അവിടെ കൊടുക്കുന്നൊരു എനർജി ഉണ്ട്, അവിടെ പോസിറ്റീവ് എനർജിയാണ് കൊടുക്കുന്നത്. നന്നായി വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ തളിക്കുക. അവിടെ ആ ഒരു പോസിറ്റീവ് എനർജിയെ സ്വീകരിക്കുന്ന ആൾക്ക് ലഭിക്കും. അതേ സമയത്ത് കഥകളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, കമണ്ടലൊന്ന് വെള്ളം എടുത്തിട്ട് നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുന്ന ആൾക്കാർ അല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങൾ? ഈ ശാപത്തിന് ഡബിൾ എഫക്റ്റാണ് വാട്ടറും കൂടെ വരുമ്പോൾ. കാരണം ആ വാട്ടറിന് അത്രയും ശക്തിയിൽ ഇതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നെഗറ്റീവ് വേർഡ്സ് വെള്ളത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറയരുത് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് വെള്ളം. ഈ വെള്ളത്തിനെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം, പിന്നെ ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവ് സൈഡും ഒക്കെ ഞാൻ പറഞ്ഞു തന്നു. നമ്മൾ കൊടുക്കുന്ന തോട്ട്സ്, ഇമോഷൻസ്, വേർഡ് എനർജി എല്ലാത്തിനെയും വെള്ളം സ്വീകരിക്കും. അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരും. സോ ഇതിനെ നമുക്ക് എന്തുകൊണ്ട് പോസിറ്റീവാക്കി എടുത്തുകൂടാ? അതായത് നിങ്ങളിപ്പോൾ എന്ത് സ്പിരിച്വൽ പ്രാക്ടീസ്, ഇപ്പം എല്ലാവരും രേഖി പഠിക്കണമെന്നൊന്നുമില്ല. രേഖി പഠിക്കാത്ത ആളുകൾക്കും നിങ്ങളുടെ അടുത്തുള്ള ജലത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. കുടിക്കുന്ന ജലത്തെ ഒരു നിമിഷം നോക്കി അതിനെ മനസ്സുകൊണ്ട്, അതായത് നമ്മൾ ഇമോഷൻ കൊടുക്കുക, തോട്ട്സ് കൊടുക്കുക. എന്ത്? ഇത് കുടിക്കുന്ന സമയത്ത് ഞാൻ പൂർണ്ണ ആരോഗ്യവാനാവുന്നു. ഇത് കുടിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും സന്തോഷവാനാവുന്നു. ഇത് കുടിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും റിലാക്സ്ഡ് ആവുന്നു, സ്ട്രെസ് ഫ്രീ ആവുന്നു. ഇങ്ങനെയുള്ള ഇമോഷൻസ് നമ്മൾ കൊടുക്കുക. ഞാനിത് കഴിച്ച് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഈ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിക്കുന്നതോടുകൂടി ഞാൻ ഓക്കെ ആവും എന്നൊരു തോട്ട്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ എത്ര ടെൻഷനോടെ അല്ലെങ്കിൽ എത്രയും സങ്കടത്തോടെ ഇരിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ പെട്ടെന്ന് റിലാക്സ്ഡ് ആവും, നിങ്ങൾ ഓക്കെ ആവും. എന്തുകൊണ്ടാണ്? വെള്ളത്തിന് നമ്മുടെ തോട്ട്സിനെ സ്വീകരിക്കാൻ പറ്റും. അതുപോലെ ഇമോഷൻസ്. നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിപ്പം ജോലിയൊക്കെ കഴിഞ്ഞ ഹസ്ബൻഡ് വരുമ്പോൾ, സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വരുമ്പോൾ, ഈവൻ നമ്മളാണെങ്കിലും ഒന്ന് റിലാക്സ്ഡ് ആവണം എന്ന് തോന്നുന്ന സമയത്ത്, ഇപ്പം ഒരുപാട് ജോലി തിരക്കുകളുടെ ഇടയിൽ, പ്രത്യേകിച്ച് വേനൽക്കാലമാണ്, നമുക്ക് കൂടുതൽ ദാഹിക്കുന്ന സമയമാണ്. ആ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മളൊരു പോസിറ്റീവ് ഇമോഷൻ അതിലേക്കൊന്ന് കൊടുക്കുക. ഞാനിത് കുടിക്കുമ്പോൾ റിലാക്സ്ഡ് ആവും, ഹാപ്പി ആവും, സന്തോഷത്തോടു കൂടിയിട്ട് അതിനെ ആ ഒരു വെള്ളത്തിനെ നിങ്ങൾ സ്വീകരിക്കുക, കുടിക്കുക. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഓക്കെ ആവും. അതുപോലെ വീട്ടിൽ വരുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷത്തോടെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കൂ. അതിൽ നിങ്ങൾ എന്ത് ആഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ സെക്കൻഡറിയാണ്. സന്തോഷത്തോടെ കൊടുക്കുക. അവർ പെട്ടെന്ന് ഹാപ്പി ആവും, പെട്ടെന്ന് ഒരു പോസിറ്റീവ് വൈബിലേക്ക് വരും. അതേപോലെ നമുക്ക് കുളിക്കുന്ന വെള്ളത്തിൽ, നിങ്ങൾ പല സിനിമയിലും കണ്ടിട്ടുണ്ടാവും, ഈ സൂര്യ നമസ്കാരമൊക്കെ ചെയ്ത് വെള്ളത്തിൽ നിന്ന്, അതായത് ഈ കുളത്തിലൊക്കെ ഇറങ്ങി കയ്യിലിങ്ങനെ ഇച്ചിരി വെള്ളം എടുത്ത് മന്ത്രങ്ങളൊക്കെ ചൊല്ലി അതിന് ശേഷം കുളിക്കുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ പോസിറ്റീവ് എനർജി ആ വെള്ളത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് മന്ത്രോച്ചാരണങ്ങൾ നടത്തുന്ന സമയത്ത് അതിനുള്ള ശബ്ദ തരംഗങ്ങൾ, വേർഡ് എനർജി ഈ ജലത്തിലേക്ക് ചേരുകയും ആ വെള്ളത്തിലെ മാക്സിമം പോസിറ്റീവ് വൈബ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിന്നും പള്ളിയിൽ നിന്നൊക്കെ വെള്ളം കിട്ടില്ലേ, തീർത്ഥജലം കിട്ടില്ലേ? എന്തിനാണ് നമ്മുടെ വീടുകളിൽ കൊണ്ടുപോയി നമ്മൾ തളിക്കുന്നത്? അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നാണെങ്കിലും നമ്മുടെ ദേഹത്ത് അവർ തളിക്കുകയും, പൂജയൊക്കെ കഴിഞ്ഞാൽ ദേഹത്ത് വെള്ളം തളിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് തീർത്ഥജലം കുടിക്കാൻ തരും. അവിടെ കംപ്ലീറ്റ് ക്ലെൻസിങ് ആണ് ചെയ്യുന്നത്. ആ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അകം, ശരീരം ശുദ്ധിയാവും. വെള്ളം തളിക്കുന്ന സമയത്ത് നമ്മുടെ ഓറ ക്ലെൻസ്ഡ് ആവും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി തളിക്കുന്ന സമയത്ത് വീട്ടിലെ നെഗറ്റീവ് എനർജി റിമൂവ് ആവുകയും അവിടെ പോസിറ്റീവ് എനർജി വരികയും ചെയ്യും. കാരണം എന്താണ്? ആ വെള്ളത്തിൽ എന്താ ഉള്ളത്? മന്ത്രോച്ചാരണങ്ങളുണ്ട്. അതായത് ആ ശബ്ദ തരംഗങ്ങൾക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതിൽ ദൈവിക ചൈതന്യമുണ്ട്. ആ ദൈവിക ചൈതന്യം നമ്മുടെ വീടുകളിലേക്ക് എത്തുകയും അവിടെ കംപ്ലീറ്റ് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും, പോസിറ്റീവ് എനർജി ഉണ്ടാവും. അതേപോലെ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ, ഇപ്പം മന്ത്രങ്ങളൊക്കെ എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല, പക്ഷേ ആ കുളിക്കുന്ന വെള്ളം എന്നെ ശുദ്ധിയാക്കുകയാണ് എന്ന ബോധത്തോടെ, എന്ന ഒരു തോട്ട്സോടുകൂടി, ആ ഒരു ചിന്തയോട് കൂടിയിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ഓറയെ നമുക്ക് ക്ലെൻസ് ചെയ്യാൻ പറ്റും. ആ ഓറ എന്ന് പറയുമ്പോൾ മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി ഒക്കെ നമുക്ക് ക്ലെൻസിങ് ചെയ്യാൻ പറ്റും. ബോധം ഉണ്ടായാൽ മതി. കുളിക്കുന്ന സമയത്തും കൂടെ കടം കൊടുക്കുന്ന കാര്യവും, അതുപോലെ അവൾ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, അയാൾ എന്നെ ഇങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ ഇന്ന് അവന് ഇങ്ങനൊരു പണി കൊടുക്കാം, ഇങ്ങനത്തെ തോട്ട്സൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്
മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും കുളിക്കുകയാണ് എന്നുള്ള ബോധം ഉണ്ടാവണം. അതായത് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ആ ജലം നമ്മുടെ ദേഹത്തേക്ക് വീഴുമ്പോൾ എന്നെ പൂർണ്ണമായും ക്ലെൻസ് ചെയ്യുകയാണ്. നിങ്ങൾ എത്ര ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷീണം അനുഭവപ്പെടും. നമ്മുടെ ഓറയിലേക്ക് പലരുടെയും എനർജി വരുന്നുണ്ട്. നമ്മളൊന്ന് കുളിക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ആവും, നമുക്ക് കുറച്ച് എനർജൈസ്ഡ് ആവും. എന്താ അവിടെ സംഭവിക്കുന്നത്? ക്ലെൻസിങ് ആണ്. കാരണം നമ്മൾ അറിയാണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒന്ന് കുളിച്ച് വന്നൊന്ന് ഓക്കെ ആവും അല്ലേ? അപ്പോൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം നമ്മളത് ചെയ്യുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എല്ലാ രീതിയിലുള്ള ക്ലെൻസിങ് നടക്കും. നമ്മുടെ മെൻ്റൽ ഓറയും ഫിസിക്കൽ ഓറയും ഇമോഷണൽ ഓറയും ഒക്കെ അവിടെ ക്ലെൻസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾ സ്പെഷ്യലായിട്ടൊന്നും പഠിക്കണമെന്നൊന്നുമില്ല. സാധാരണ എല്ലാവർക്കും ചെയ്യാം. ശ്രദ്ധിക്കുക, ഇത് ഒരു ദിവസമോ 2 ദിവസമോ ചെയ്യേണ്ട കാര്യമല്ല. നമുക്ക് ഈശ്വരൻ ഒരുപാട് വരദാനങ്ങൾ തന്നിട്ടുണ്ട്. അതിലെ ഏറ്റവും വലിയ വരദാനമാണ് പഞ്ചഭൂതങ്ങളുടെയും ശക്തി, നമ്മുടെ പ്രാണൻ എന്നൊക്കെ പറയുന്നത്. അതിനെ ഏറ്റവും നല്ല രീതിയിൽ വേണം നമ്മൾ കൊണ്ടുപോകാൻ, കൊണ്ടു നടക്കാൻ. എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ വേണം നമ്മളതിനെ കൊണ്ടുപോകാൻ. സോ ആ പ്രാണനെ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രാണനെ കുടിയിരുത്തിയിട്ടുള്ള നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ആ ശരീരം ശുദ്ധിയാക്കണം. നമ്മുടെ ശരീരം ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുന്നത് ജലമാണ്. ആ ജലത്തെ അറിഞ്ഞ് നിങ്ങൾ ഉപയോഗിക്കുക. സോ ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എല്ലാ ഹീലേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, ഒരു പ്രശ്നങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കൊള്ളട്ടെ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, രോഗാവസ്ഥകൾ, ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചേർന്ന് നിങ്ങൾ കുടിക്കുന്ന വെള്ളം അതിൻ്റെ അടുത്ത് വയ്ക്കാതിരിക്കുക, ഏറ്റവും കുറഞ്ഞത്. കാരണം ഇതെല്ലാം കേട്ട് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളതിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളറിയുന്നില്ല, വാട്ടർ അതിനെ അബ്സോർബ് ചെയ്യും, എല്ലാത്തിനെയും സ്വീകരിക്കും. ചെയ്യാതിരിക്കുക. അതുപോലെ രേഖയൊക്കെ പഠിച്ച ആളുകളാണെങ്കിൽ ഒരു ദിവസം ഒരു തവണയെങ്കിലും, ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളം എടുത്തിട്ട് അതിന് നിങ്ങൾ എനർജൈസ് ചെയ്യുക. വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല. ഒരു 5 to 10 minutes നിങ്ങളൊന്ന് രേഖി വെച്ച് എനർജൈസ് ചെയ്യാം. നല്ല നല്ല അഫർമേഷൻസ് കൊടുക്കുക. പൂർണ്ണ ആരോഗ്യം, സമ്പത്ത്, സന്തോഷം, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, എല്ലാം കിട്ടിയതിന് നന്ദി പറയുക. ആ വെള്ളത്തിലേക്ക് നിങ്ങൾക്ക് എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള തോട്ട്സ്, പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ്, പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അത് നിങ്ങൾ കൊടുക്കുക. ആ വെള്ളം നിങ്ങൾ കുടിക്കുക. നിങ്ങൾ കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആവും. ഇതൊരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, അത് ഞാൻ എടുത്തെടുത്ത് പറയാണ്. സ്ലോലി നമ്മൾ പോലും അറിയാതെ നമ്മുടെ സാഹചര്യങ്ങൾ അനുകൂലമാവും. നമ്മുടെ വീട്ടിൽ വരുന്ന ആളുകൾക്ക് പോലും ഭയങ്കര പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. നമ്മൾ പോലും അറിയാണ്ട് അസുഖങ്ങളൊക്കെ മാറിപ്പോവും. കംപ്ലീറ്റ് ക്ലെൻസിങ് നടക്കും. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ജലത്തിൻ്റെ പ്രാധാന്യത്തെ അറിഞ്ഞ് അതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ. എല്ലാ നന്മയും വന്നു ചേരട്ടെ. താങ്ക് യു.